CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നപ്പോൾ കൗതുകമായ നിരവധി പേരുകളുണ്ട്. അതിൽ രവിപുരം ഡിവിഷനിലെ ശശികല സിറ്റിംഗ് കൌൺസിലറാണ്. ആളൊരു സെലിബ്രിറ്റി കൂടിയാണ്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പേര് ശശികല. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കഥകളി കലാകാരിയാണ്. പക്ഷേ ഞാൻ ഒരു 5-6 മൂവി ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 25ഓളം ആഡ് ഫിലിംസും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ കടന്നു? 2005 ഒരു പ്രാവശ്യം പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. അത് കഴിഞ്ഞ് അന്നവിടെ എന്റെ ഡിവിഷൻ കാലങ്ങളായിട്ട് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു ഡിവിഷനാണ്. അത് കഴിഞ്ഞ് 2020 വീണ്ടും പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആ ഡിവിഷൻ ഞാൻ പിടിച്ചെടുത്തു. 5 വർഷത്തെ എന്റെ പ്രവർത്തനമാണ് ഇപ്പൊ രണ്ടാമത് ജനറൽ സീറ്റിൽ പാർട്ടി എന്നെ ഫീൽഡ് ചെയ്യിക്കുന്നത്. അതാ പറഞ്ഞത്, ഒരു ജനറൽ സീറ്റിലേക്ക് പരിഗണിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തം തന്നിരിക്കുന്നത്. കാരണം UDFന്റെ സീറ്റ് പിടിച്ചെടുത്തു നിലനിർത്തണം. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ആ ഡിവിഷനിലാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടതെന്നാണ് ഞാൻ പറയുക. കാരണം അവരുടെ കൌൺസിലറെ പറ്റി അവിടെയുള്ളവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ. ആത്മവിശ്വാസം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കാരണം ആ ഡിവിഷൻ എന്നോട് ചേർന്ന് നിൽക്കുക. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ജാതിമത ഭേദങ്ങൾക്ക് അതീതമായിട്ടാണ് ഒരു കൌൺസിലർ എന്ന രീതിയിൽ ആ ഡിവിഷനിൽ ഞാൻ ജോലി ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കപ്പെട്ട ചില വേഷങ്ങളും സിനിമയിൽ ചെയ്തു. അതെ, ചെറിയ ചെറിയ ക്യാരക്ടറാണെങ്കിലും എല്ലാം നല്ല ശ്രദ്ധിക്കപ്പെടുന്ന റോളായിരുന്നു. കല എപ്പോഴും ഒരു ഈശ്വരാനുഗ്രഹമാണ്. കല ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ളതാണ്. പൊതുപ്രവർത്തനം നല്ല രീതിയിലാണെങ്കിൽ അതും ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ളതാണ്. രാഷ്ട്രീയ സിനിമയെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. പുതിയ സിനിമകൾ വല്ലതും? പുതിയൊരു ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, അറിയില്ല. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അങ്ങനെ ഒരു കലാകാരിയാണ്, ഇപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. ജനങ്ങളിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്നു. തികഞ്ഞ ആത്മവിശ്വാസമാണെന്നാണ് ശശികല വ്യക്തമാക്കുന്നത്.